എസ്പെഷ്യലി സിവിൽ സർവീസിലൊക്കെ ആണെങ്കിൽ വി കോൾ ഇറ്റ് ബ്ലൈൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബിന് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ജോബ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരോ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പോലും വെക്കത്തില്ല. അതുപോലും വെക്കില്ല. അത് അവർ വ്യക്തമായിട്ട് എഴുതി കാണും, ബ്ലൈൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ CV റിജക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും പലരും അതൊന്നും വായിച്ചു നോക്കത്തില്ല. ഇനി വെൻ ഇറ്റ് കംസ് ടു AI, ഇപ്പോൾ നമ്മൾ CV ഫിൽട്ടർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാര്യം കീവേഡ്സ് പറഞ്ഞു, അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞാൽ അത് വേറെ ടോപ്പിക്കാണ്. ATS ഫ്രണ്ട്ലി പറഞ്ഞാൽ ആ CVയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം ആണെങ്കിലും എങ്ങനെ നമ്മൾ എത്ര പേജ് വേണം ഒക്കെ ആൾക്കാർ പറയും. ഈ പേജിന്റെ കാര്യത്തിൽ പലർക്കും മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ CV മസ്റ്റ് ബി 1 page. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ UK ഓൾമോസ്റ്റ് ഒരു 16 years 17 years. അപ്പോൾ ഞാൻ ഒരു 6-7 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും എനിക്കൊരു 1 page